പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച PV അൻവർ. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന DMK-യുമായാണ് അൻവർ കേരള രാഷ്ട്രീയത്തിൽ പുതിയ നീക്കം നടത്തുന്നത്. പ്രസാദ് കാളിദാസൻ കൂടുതൽ വിവരങ്ങൾ നൽകും. കാളിദാസൻ, ഇന്ന് DMK നേതാക്കളുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോഴാണ് ഈ DMK എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചതെന്ന് തോന്നുന്നു. അതിൻ്റെ പൂർണ്ണരൂപം വേറെയാണെങ്കിൽ കൂടി ഈ പേര് തിരഞ്ഞെടുക്കാനുള്ള രാഷ്ട്രീയ കാരണങ്ങൾ, ഒപ്പം തന്നെ നാളെ മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ എത്രത്തോളമായി? തീർച്ചയായും ലിബീഷ്, കേരള രാഷ്ട്രീയം ഒട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും പുതിയൊരു പാർട്ടി രൂപീകരിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ആ ചിന്തകളൊക്കെ മാറി ജനങ്ങളാണ് പാർട്ടി എന്നെല്ലാം പറഞ്ഞു വന്നിരുന്നെങ്കിലും ഇത്തരത്തിലൊരു പാർട്ടി രൂപീകരിക്കും എന്ന് തന്നെയാണ് എല്ലാ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും നോക്കിയിരുന്നത്. ഇപ്പോൾ ആ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഇപ്പോൾ പാർട്ടി പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ പേര് പുറത്തുവിട്ടിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് തന്നെയാണ് ആ പാർട്ടിയുടെ പേര്. അത് ചുരുക്കി പറഞ്ഞാൽ DMK എന്ന് തോന്നുമെങ്കിലും, ചുരുക്കി പറഞ്ഞാലും പരത്തി പറഞ്ഞാലും DMK എന്നാണ് തോന്നുമെങ്കിലും, ആ ഒരു തമിഴ്നാട്ടിലുള്ള ആ ഒരു കക്ഷി ദ്രാവിഡ മുന്നേറ്റ കഴകവുമായി വലിയ ബന്ധമില്ലാത്തൊരു പേര് തന്നെയാണ്. എന്നിരുന്നാലും ഈ ഒരു തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഒരു സഖ്യകക്ഷിയായി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നൊരു പാർട്ടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലായി എല്ലാം നടന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസവും PV അൻവറിൻ്റെ മകൻ റിസ്വാൻ മന്ത്രി സെന്തിൽ ബാലാജിയെ എല്ലാം പോയി കണ്ട് സംസാരിച്ചിരുന്നു. ഇതിനെ സംബന്ധിച്ച നീക്കങ്ങൾ തന്നെയാണ് എന്നിപ്പോൾ ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി തന്നെ വ്യക്തമായിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ PV അൻവർ ചെന്നൈയിലെത്തി നേതാക്കളുമായി എല്ലാം സംസാരിച്ചിരുന്നു. ഇപ്പോഴാണ് അതിന് കൃത്യമായൊരു പൂർണ്ണത വന്നത്. എന്തുകൊണ്ടാണ് ആ ചർച്ചകളെല്ലാം നടന്നത് എന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചുള്ളൊരു ഔദ്യോഗിക പ്രഖ്യാപനം വരുന്ന മണിക്കൂറുകളിലായിരിക്കും ഉണ്ടാകുക. ഇതിന് മുമ്പേ തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ഒരു പത്രസമ്മേളനം എന്തായാലും നടത്തും എന്ന് തന്നെ PV അൻവർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും വലിയൊരു നീക്കം തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇതുവരെ ഇത്രയും നാൾ ഇടതുപക്ഷത്തോട് ചേർന്ന് സഹയാത്രികനായിരുന്ന PV അൻവർ ഇപ്പോൾ പുതിയൊരു പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. അൻവർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഒരു നെക്സസായി പ്രവർത്തിക്കുകയാണ്. ഒരുമിച്ച് ഒറ്റ കക്ഷിയായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യക്ഷത്തിലില്ലെങ്കിലും പരോക്ഷമായിട്ട് അവരെല്ലാവരും ഒരു ചേരിയിൽ തന്നെയാണ്, അവരെല്ലാവരും ഒന്നാണ് എന്ന് തന്നെയാണ് PV അൻവർ നേരത്തെയും സൂചിപ്പിച്ചിരുന്നത്. ഇതിനൊരു മറുപടി എന്നോണം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ഇതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്നൊക്കെ വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. അതുമാത്രമല്ല, ഇനിയുള്ള മണിക്കൂറുകളിൽ ഇതിൻ്റെ വലിയൊരു സമ്മേളനം തന്നെ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. 1 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന ഒരു വലിയൊരു സമ്മേളനം തന്നെയായിരിക്കും ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എന്തായാലും അവിടെ നടക്കുക. അതേപോലെ തന്നെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഒരു നേതാവ്, അല്ലെങ്കിൽ അതിലുള്ള ഒരു വക്താവ്, അല്ലെങ്കിൽ അതിൽ കൃത്യമായി പാർട്ടി ചുമതലയുള്ള തമിഴ്നാട്ടിലെ DMK-യുടെ പാർട്ടി ചുമതലയോ അല്ലെങ്കിൽ മറ്റു ചുമതലകളോ വഹിക്കുന്ന ഒരാൾ നിരീക്ഷണത്തിനായി ഈ ഒരു പാർട്ടി എങ്ങനെ രൂപീകരിക്കുന്നു, എന്തൊക്കെയാണ് നടപടികൾ, എങ്ങനെ ഇതിൻ്റെ ലയന പരിപാടികൾ കടക്കാം, എങ്ങനെയാണ് സഖ്യകക്ഷിയായി കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള തുടർ നടപടികളെല്ലാം നിരീക്ഷിക്കുന്നതിനും അതേപോലെ ചർച്ച ചെയ്യുന്നതിനും DMK-യുടെ, അതായത് തമിഴ്നാട് DMK-യുടെ ഒരാൾ നിരീക്ഷണത്തിനായി ഈ ഒരു സമ്മേളനത്തിലും അതേപോലെ തന്നെ പ്രഖ്യാപന ചടങ്ങുകളിലും എല്ലാം പങ്കെടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും PV അൻവർ വലിയൊരു നീക്കത്തിലേക്ക് ഒരുങ്ങുകയാണ്, ഒരു യുദ്ധത്തിന് തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് ചുരുക്കത്തിൽ. DMK ഇപ്പോൾ കേരളത്തിലും ഒരു DMK രൂപീകൃതമായിരിക്കുകയാണ്. ലിബീഷ്, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അഥവാ DMK-യുടെ രാഷ്ട്രീയ ഭാവി എന്താണെന്ന് കണ്ടു തന്നെ അറിയണം. നാളെ മഞ്ചേരിയിൽ 1 ലക്ഷം പേരെ അണിനിരത്തുമെന്നൊക്കെയാണ് അൻവറിൻ്റെ പ്രഖ്യാപനം.